എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഈ ഒരു 25 വയസ്സിനിടയിൽ ഞാൻ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഇത് പറയുന്നത് കേൾക്കുമ്പോൾ തോന്നി എനിക്കൊരു 19 വയസ്സായി ഇത്രയും എന്താ പറയുക ജീവിത എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നതാണെന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. എന്നാലും എനിക്കിപ്പോൾ എന്താ പറയുക ചില കാര്യങ്ങൾ എനിക്ക് ആലോചിക്കുമ്പോഴത്തേക്കിനും ഇതൊക്കെ ഞാൻ മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് കുറച്ചും കൂടെ സമാധാനവും സന്തോഷമായിട്ട് മുന്നോട്ട് പോയാനേ അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു 25 വയസ്സുകാരിയുടെ എന്താ പറയുക ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത്രയും ഭയങ്കര എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കുമ്പോഴത്തേക്കിനും ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആവാനായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ എനിക്ക് തോന്നി ഇത് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്ന 1-2 പേരെങ്കിലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഉണ്ടായിരിക്കും എന്നുള്ളത്. ഇതുകൊണ്ടൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് അധികം വലിച്ചു നീട്ടി ഇൻട്രോ വലുതാക്കണ്ട, നമുക്ക് വേഗം വീഡിയോ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് നമ്മൾ മറ്റുള്ളവരുടെ ഒരു അപ്രൂവലിനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നല്ല വാക്കിനോ ഒന്നും വെയിറ്റ് ചെയ്യാതെ നമ്മളുടെ ലൈഫ് നമ്മളുടെ ഇഷ്ടത്തിന് മുന്നോട്ട് ജീവിച്ചു പോവാന്നുള്ളതാണ് കേട്ടോ. അതായത് ഇപ്പം നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അതായത് നമുക്ക് അവരൊന്ന് യെസ് പറഞ്ഞാലോ അല്ലെങ്കിൽ അവർ ഒരു നല്ല അഭിപ്രായം പറഞ്ഞാൽ മാത്രം പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന ആളുകളായിരിക്കും അല്ലേ. പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾക്ക് ഒരു കാര്യം 100% കറക്റ്റ് ആണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ ശരികളിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മളുടെ ശരികളും മറ്റുള്ളവരുടെ ശരികളും ഒരിക്കലും ഒരേപോലെ ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇപ്പൊ എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടിൽ തെറ്റായിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് അതൊരിക്കലും യോജിച്ചു പോവാന്ന് പറയുന്നത് അത് നമുക്ക് അവരെ ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ചില ആളുകൾ നമുക്ക് അങ്ങനെയാണ്. അതായത് നമുക്ക് നമ്മളുടെ ശരി പറഞ്ഞ് അവരെ പഠിപ്പിച്ച് അവരെ മാറ്റാന്നുള്ളത് ഒരിക്കലും നടക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ശരികളായിട്ട് മുന്നോട്ട് പോവുക, മറ്റുള്ളവരുടെ ശരികളെ നമ്മൾ കുറച്ചും കൂടെ റെസ്പെക്ട് ചെയ്യാനും കൂടെ പഠിക്കുക. അതായത് ഇപ്പൊ നമ്മളുടെ ശരിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തോന്നും ഒരു ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ മറ്റുള്ളവർ ചെയ്യുന്നത് തെറ്റാണ്, മറ്റുള്ളവർ പറയുന്നത് തെറ്റാണെന്ന്. അവരങ്ങനെ അവരുടെ ശരികളുമായി മുന്നോട്ട് പോയിക്കോട്ടെ. നമ്മൾക്ക് എന്താണോ സന്തോഷം അത് നമ്മളത് മറ്റുള്ളവർ പറയുന്നതിനെ കുറിച്ച് ആലോചിച്ച് അധികം അങ്ങനെ ബോധേഡാവാതെ നമ്മളുടെ ശരികളിലും നമ്മളുടെ ഹാപ്പിനെസ്സിലും ഒക്കെ മുന്നോട്ട് പോവാന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ ഒരു കുഞ്ഞൊരു ലൈഫാണ്. ഇപ്പൊ നമുക്കറിയാം നമ്മളൊരു ദിവസം മരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ദിവസം ഈ ലൈഫ് ഇവിടെ എൻഡ് ആവും എന്ന് നമുക്കറിയാം. അത് നമ്മൾ പലർക്കും അറിയുന്ന ഒരു റിയാലിറ്റി ആണെന്നുണ്ടെങ്കിലും എനിക്കൊന്നും നമ്മൾ മരിക്കും എന്നുള്ളത് ഒരിക്കലും ആലോചിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു എക്സ്പെക്ടേഷനിൽ നമുക്ക് വരാത്തൊരു കാര്യമാണല്ലേ. പക്ഷെ അത് നമുക്ക് അറിയുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു എന്താ പറയുക യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. പക്ഷെ നമ്മൾ എന്താ പറയുക നമ്മൾ ഈ ഇവിടെ ഉള്ള സമയം എപ്പോഴും എന്താ പറയുക ഹാപ്പി അല്ലാതെ നമ്മളിപ്പോൾ പല കാര്യങ്ങളിലും നമ്മളിങ്ങനെ സ്ട്രഗിൾ ചെയ്ത് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് വിഷമിച്ച് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറഞ്ഞത് ആലോചിച്ച് വിഷമിച്ച് നമുക്ക് ഒന്നിലും ഒരു സന്തോഷമില്ല. നമ്മൾ അങ്ങനെ നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളായിരിക്കും. തെറ്റാണ് കേട്ടോ. നമ്മൾക്ക് എന്താണോ ഈ ഒരു മൊമെന്റ് ആ ഒരു മൊമെന്റ് നമ്മൾ എൻജോയ് ചെയ്ത് നമ്മൾ കുറച്ചും കൂടെ ഹാപ്പി ആയിട്ട്, നമുക്ക് അറിയില്ല നമ്മൾ എന്നായിരിക്കും നമ്മുടെ ലൈഫ് എൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഹാപ്പിനെസ് നമുക്ക് പിന്നീട് കിട്ടുമോ, നമുക്ക് ഈ ഒരു എൻജോയ്മെന്റ് നമുക്ക് പിന്നീട് കിട്ടുമോ, ഒന്നും നമുക്ക് എല്ലാം അൺസർട്ടൈൻ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു മൊമെന്റ് എൻജോയ് ചെയ്ത് ഈ ഒരു മൊമെന്റിൽ ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് നോക്കാം. ഇപ്പൊ പാസ്റ്റ് എന്ന് പറയുന്നത് അത് ഓൾറെഡി നടന്നു കഴിഞ്ഞ ഒരു കാര്യമാണ്. നമുക്ക് ഇനി ഒന്നും അതിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമുക്ക് അൺസർട്ടൈൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കിനി അത് എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കില്ല എന്നറിയാത്ത ഒരു കാര്യമാണ്. നമ്മുടെ കയ്യിലുള്ള ഒരു കാര്യം എന്താ, ഈ ഒരു പ്രസന്റ് മാത്രമാണ്. അപ്പൊ നമ്മൾ ഈ ഒരു പ്രസന്റിൽ നമ്മൾ കുറച്ചും കൂടെ എൻജോയ് ചെയ്ത് നമ്മളായിട്ടിരിക്കാനായിട്ട് ട്രൈ ചെയ്യാട്ടോ. റാദർ ദാൻ നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് മറ്റുള്ളവരുടെ വാക്കുകളിൽ നമ്മളിങ്ങനെ എന്താ പറയുക ഒതുങ്ങിക്കൂടാതെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ അത് ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ പലരും എന്താ പറയുക നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അഡ്ജസ്റ്റഡ് ആയിട്ടിരിക്കുന്ന ആളുകളായിരിക്കും. അതായത് അവർക്ക് അതാണ് ഇഷ്ടം, അല്ലെങ്കിൽ ഇവർക്ക് അതാണ് ഇഷ്ടം, എൻ്റെ അച്ഛനമ്മയ്ക്ക് അതാണ് ഇഷ്ടം, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർക്ക് അതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു. അങ്ങനെയുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ടായിരിക്കില്ലേ നമ്മുടെ ലൈഫിൽ. അവർ പറയുന്നതൊന്നും കേൾക്കരുത് എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷെ ഇതിൻ്റെ ഒക്കെ ഇടയിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങൾ പലപ്പോഴും മറന്നു പോകാറില്ലേ. പക്ഷെ ഒരിക്കലും പറ്റില്ല. നമുക്ക് വേണ്ടിയിട്ട് ആർക്കാ ജീവിക്കാൻ പറ്റാം, നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ ജീവിക്കാൻ വേണ്ടി. നമ്മുടെ അച്ഛനും അമ്മയും ജീവിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മളുടെ എന്താ പറയുക കൂട്ടുകാർ ജീവിക്കുന്നത് അവരുടെ ലൈഫാണ്, നമ്മളുടെ റിലേറ്റീവ്സ് ജീവിക്കുന്നത് അവരുടെ ലൈഫാണ്. നമ്മുടെ ലൈഫ് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ലൈഫ് നമ്മൾ എങ്ങനെ വേണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മൾ മാത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇത്രയും നാൾ നമ്മൾ ജീവിച്ചില്ലേ, നമ്മളുടേതായ ശരികളും നമ്മളുടേതായ തെറ്റുകളും നമ്മളുടേതായ കുഞ്ഞു കുഞ്ഞു ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ നമുക്കില്ലേ. അപ്പോൾ നമ്മളുടെ സന്തോഷങ്ങൾ എന്താണെന്ന് അറിയുന്നത് നമുക്ക് മാത്രമാണ്, നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് അറിയുന്നത് നമുക്ക് മാത്രമാണ്, നമ്മളെ സന്തോഷം ആക്കി വെക്കാൻ പറ്റുന്നത് നമ്മൾക്ക് മാത്രമാണ് കേട്ടോ. ഇപ്പം നമുക്ക് ഒരുപാട് ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും.
അതൊന്നും മറ്റൊരാളുടെ പ്രശ്നമായിരിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മളെ മറ്റുള്ളവർക്ക് കേൾക്കാൻ പറ്റും, നമ്മളെ എംപതൈസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നമ്മളുടെ പ്രശ്നം അതേപോലെ മനസ്സിലാക്കാനായിട്ട് ആർക്കാ പറ്റുക? ആർക്കും പറ്റില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാപ്പിനെസ്സും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അപ്പൊ അതിൽ ഹാപ്പി ആയിട്ടിരിക്കണോ അതോ സങ്കടമായിട്ടിരിക്കണോ എന്നുള്ളത് നമ്മുടെ ചോയ്സ് ആണ് കേട്ടോ. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മൊമെന്റ് അല്ലെങ്കിൽ നമുക്കുള്ള ലൈഫ് എന്ന് പറയുന്നത് നമ്മുടേതായ രീതിയിൽ മറ്റുള്ളവരുടെ എന്താ പറയുക ചങ്ങലക്കണ്ണികളൊന്നും ഇല്ലാതെ നമ്മളുടേതായ രീതിയിൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഞാൻ ഇതൊക്കെ പറയുമ്പോഴത്തേക്കിനും കുറച്ച് പേർക്കെങ്കിലും ഇതിനോടൊക്കെ എതിർപ്പുണ്ടായിരിക്കും കേട്ടോ. അതിലെനിക്ക് യാതൊരു വിരോധവും ഇല്ല. ഞാൻ അവരുടെ ഡിസിഷനെയും അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളെയും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ഞാൻ ഈ പറയുന്നത് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസും അതുപോലെ തന്നെ റാൻഡം ആയിട്ടുള്ള കുറെ കാര്യങ്ങളായിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടെ കണക്ട് ചെയ്ത് എല്ലാം കൂടെ ഒരു കഥയാവണമെന്നൊന്നുമില്ല. വളരെ റാൻഡായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്തും കൂടെ ഷെയർ ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾക്ക് ഓരോ ഏജ് ആവുമ്പോഴത്തേക്കിനും നമ്മൾ എങ്ങനെയാണോ ഉള്ളത് അതിനെക്കുറിച്ച് നമ്മൾ ലീസ്റ്റ് ബോധേഡ് ആവും എന്നുള്ളത്. അതായത് എനിക്ക് എൻ്റെ ഒരു കുഞ്ഞുനാളിലൊക്കെ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. ഞാൻ കറുത്തിട്ടാണുള്ളത്, ഞാൻ ഡസ്കി സ്കിൻ ടോൺ ആണുള്ളത്, ബാക്കി എല്ലാവരും വെളുത്തിട്ടാണുള്ളത്, എനിക്ക് എന്താണോ വെളുക്കാൻ പറ്റാത്ത, ഞാൻ വെളുക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ മേലും മുഖത്തൊക്കെ വാരി തേക്കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ ഒരു ഏജ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏജ് ഒക്കെ കഴിയുമ്പോഴത്തേക്കിനും എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണോ ആ രീതിക്ക് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഡസ്കി ആയിട്ടുള്ള ആളാണോ അല്ലെങ്കിൽ നമ്മൾ കറുത്തിട്ടുള്ള ആളാണോ അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് നിറയെ പിമ്പിൾസ് ഉണ്ടോ, നമ്മളുടെ ഫ്രിസി ഹെയർ ആണോ, നമ്മളുടെ എന്താ പറയുക കണ്ണ് കുഞ്ഞിതായിട്ടാണോ, നമ്മളുടെ കൈ കറുത്തിട്ടാണുള്ളത്, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ലീസ്റ്റ് ആയിട്ട് ബോധേഡ് ആയിരിക്കും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾക്ക് മുന്നൊക്കെ ഞാൻ എന്ന് പറയുന്നത് പൗഡർ ഇടാതെ അല്ലെങ്കിൽ കണ്ണ് ഇടാതെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്നെ കാണാൻ ഭംഗിയില്ല. അങ്ങനെ ഇപ്പോൾ എനിക്ക് ഏത് കോലത്തിൽ വേണമെന്നുണ്ടെങ്കിലും എനിക്ക് പുറത്തിറങ്ങാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുള്ള ആളല്ല ഞാൻ എന്ന് പറയുന്നത്. ഏത് കോലത്തിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ നമ്മളുടെ ലുക്സിനെ കുറിച്ചിട്ട് വളരെ ലീസ്റ്റ് ആയിട്ട് ബോധേഡ് ആയിട്ടുള്ള ആളുകളായിട്ട് നമ്മൾ ട്രാൻസ്ഫോം ആവുന്നുള്ളതാണ്. അതെനിക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ചേഞ്ച് ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, അത് നല്ലൊരു കാര്യമല്ലേ? അതായത് നമ്മളുടെ ആ ഒരു ഇൻസെക്യൂരിറ്റീസിനെയൊക്കെ നമ്മൾ മറികടന്ന് നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് വന്നു. നമുക്ക് മുന്നുണ്ടായിരുന്ന ഇൻസെക്യൂരിറ്റീസ് ഒന്നും ഇൻസെക്യൂരിറ്റീസ് അല്ലാതാവുന്നു എന്ന് തോന്നുന്ന ഒരു ഫീലിംഗ് അതെനിക്ക് ഭയങ്കര നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു തിരിച്ചറിവാണ്, നമുക്ക് എല്ലാ ആളുകളെയും പറഞ്ഞ് മനസ്സിലാക്കി എന്താ പറയുക ജീവിക്കാനായിട്ട് ഒരിക്കലും പറ്റില്ല. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് ആയിട്ട് ഇതിന് കണക്ഷൻ ഉണ്ട് കേട്ടോ. അതായത് ചില ആളുകൾ എന്ന് പറയുന്നത് അവരൊരിക്കലും മാറാൻ പോണില്ല. അപ്പൊ നമ്മൾ എത്ര കണ്ട് അവരുടെ അടുത്ത് ഇംപ്രസ് ചെയ്യാൻ ശ്രമിച്ചാലും ഈ ഒരു കാര്യം തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്താലും അവരുടെ ശരികളായിരിക്കും ചിലപ്പോൾ നമ്മളുടെ തെറ്റുകളായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര അവരോട് പറഞ്ഞിട്ടും അവർ അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ പറയാ മറ്റുള്ളവരുടെ ലൈഫിൽ കൂടുതൽ അങ്ങ് കയറി ഇടപെടാനും അഭിപ്രായം പറയാതിരിക്കാനും നോക്കുക എന്നുള്ളതാണ്. അതായത് അവരെങ്ങനെയാണോ അവരങ്ങനെ ഇരുന്നോട്ടെ, നമ്മൾ അവരെ ആ രീതിയിൽ തന്നെ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ എങ്ങനെയാണോ ആ രീതിയിൽ നമ്മളെ അങ്ങോട്ടും ആക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു വഴി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ചില ആളുകൾ അങ്ങനെയാണ്. ഇപ്പോൾ ചില ആളുകളുടെ തിയറീസും അങ്ങനെയാണ്. അവർ ജനിച്ചതേ അങ്ങനെ ആയിരിക്കാം, അവർ വളർന്ന സിറ്റുവേഷൻസ് അങ്ങനെയായിരിക്കാം, അവർ എന്താ പറയാ അവർ കൊണ്ടുപോകുന്ന അവരുടെ എത്തിക്സ് അങ്ങനെയായിരിക്കാം. അപ്പോൾ അവരുടെ എത്തിക്സ് അങ്ങനെ ആയിക്കോട്ടെ, അവരെ അങ്ങനെ തന്നെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, അവരങ്ങനെ തന്നെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക. അവരുടെ ഡിസിഷൻസിൽ നമ്മൾ അവരെ എന്താ പറയാ അവരെ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കുക. നമ്മൾ കൂടുതൽ അവരുടെ ലൈഫിൽ കയറി അഭിപ്രായം പറഞ്ഞ് നമുക്ക് എപ്പോഴും എങ്ങനെയാ നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞ് അവരതനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ ഇറിറ്റേഷൻ തോന്നാറുണ്ട്. എനിക്ക് മുന്നൊക്കെ അങ്ങനെ ഇറിറ്റേഷൻ തോന്നാറുണ്ടായിരുന്നു. ഞാൻ ഒരാളുടെ ഒരു കാര്യം പറഞ്ഞിട്ട് അവരതനുസരിച്ചില്ലെങ്കിൽ എന്നെ അത് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യിക്കാറുണ്ടായിരുന്നു. പിന്നീട് എനിക്കത് മനസ്സിലായി, ചിലപ്പോൾ അത് എനിക്ക് ഓക്കെ ആയിട്ടുള്ള കാര്യമായിരിക്കാം, പക്ഷെ അവർക്ക് അത് ഓക്കെ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പൊ അവരുടെ ശരി എന്താണോ ആ രീതിയിലായിക്കോട്ടെ. അതുപോലെ തന്നെ നമ്മളുടെ സന്തോഷങ്ങൾ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാത്ത ഒരു സന്തോഷമാണെന്നുണ്ടെങ്കിൽ ആ ഒരു സന്തോഷമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ വേദനിപ്പിച്ച് നമ്മൾ സന്തോഷമാക്കിയിട്ട് നമ്മൾ അങ്ങനെ സെൽഫിഷ് ആവണമെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷെ മറ്റൊരാളെ വേദനിപ്പിക്കാത്ത ഒരു സന്തോഷമാണെന്നുണ്ടെങ്കിൽ നമുക്കത് ശരിയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിക്ക് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളെ ചില വാക്കുകൾ വളരെയധികം വേദനിപ്പിക്കാറുണ്ടല്ലേ. ഇപ്പോൾ എന്നെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ചില ആളുകൾ പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ ചില പ്രോമിസസ് നമ്മളെ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കിനും അതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് എഫക്ട് ചെയ്യാറുണ്ട്. അതെപ്പോഴാണ് നമ്മളെ എഫക്ട് ചെയ്യുന്നത്? ആ പറയുന്ന ആളുകൾ നമ്മളുടെ വളരെ അടുത്ത് നിൽക്കുന്ന ആളുകളോ അല്ലെങ്കിൽ നമ്മളുടെ ഹാർട്ടിനോട് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആളുകളാവുമ്പോഴാണ് അത്രയും നമ്മളെ ഹേർട്ട് ചെയ്യാനായിട്ട് അവർക്കുള്ള ഒരു പവർ ഉണ്ടാവുന്നത്. അപ്പം നമ്മളുടെ സർക്കിള് നമ്മൾ വലുതാവും തോറും കുറഞ്ഞു വരുന്നുള്ളതാണ്. അപ്പം നമ്മളുടെ ഹാപ്പി പീപ്പിൾ ആണെന്നുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു സർക്കിൾ ആണെന്നുണ്ടെങ്കിലും വളരെ കുഞ്ഞായിക്കൊണ്ടിരിക്കുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ ഞാനത് ഒരു ആസ്പെക്റ്റിൽ ചിന്തിച്ചപ്പോഴത്തേക്കിനും എൻ്റെ സർക്കിൾ ചെറുതാവുകയാണല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ വിഷമിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഓൺ ദ ഓപ്പോസിറ്റ് ഹാൻഡ് ഞാൻ ആലോചിക്കുമ്പോഴത്തേക്കിനും ആ ഒരു ചെറിയ സർക്കിൾ ആണെന്നുണ്ടെങ്കിലും അത് എൻ്റെ സർക്കിളിൽ നിന്ന് എനിക്ക് പറയാനായിട്ട് ഉള്ള ആളുകളാണ്. അപ്പോൾ അത് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മുടെ സർക്കിളിലുള്ള ആളുകളെ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കിനും വളരെയധികം ശ്രദ്ധിച്ച് വേണം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാ ആളുകളും പറയുന്നത് നമ്മളിങ്ങനെ ഉള്ളിലോട്ട് എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇപ്പൊ പല
ആളുകളും പല എന്താ പറയുക സാഹചര്യത്തിൽ നിന്ന് വളർന്നു വന്ന ആളുകളായിരിക്കും, പല മെന്റാലിറ്റി ഉള്ള ആളുകളായിരിക്കും, പല അഭിപ്രായങ്ങളുള്ള ആളുകളായിരിക്കും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും പറയുന്നത് നമ്മളിങ്ങനെ മനസ്സിലേക്ക് എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് വിഷമിക്കാൻ മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ എല്ലാവരും പറയുന്നത് കേൾക്കുക, നമുക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യാട്ടോ. അതല്ലാതെ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ മനസ്സിലേക്ക് എടുത്ത് അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിന് മാത്രമേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. ഞാനപ്പോൾ ഇൻസ്റ്റയിൽ എപ്പോഴും ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി, ആ കുട്ടി ഇങ്ങനെ ഭയങ്കരമായിട്ട് വയലന്റ് ആയിട്ട് മറ്റേ കുട്ടീനെ ഉപദ്രവിക്കുകയാണ്. ആ കുട്ടീനെ എന്തോ ഒരു കൊള്ളില്ലാതെ എന്തോ ഒരു പേര് വിളിച്ച് കളിയാക്കിയതിന്റെ പേരിൽ. അപ്പോൾ അതിന്റെ അമ്മ വന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിന്നെ അവൻ അങ്ങനെ വിളിച്ചത് കൊണ്ടാണ് നീ അങ്ങനെ റിയാക്ട് ചെയ്തത്. ഓക്കെ, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അവൻ അങ്ങനെ വിളിച്ചു, അവൻ അങ്ങനെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് അവൻ അങ്ങനെ വിളിച്ചു. ഓക്കെ, അത് ശരിയാണ്. പക്ഷെ നീ അത് ആക്സെപ്റ്റ് ചെയ്തത് കൊണ്ടല്ലേ നിനക്ക് അങ്ങനെ റിയാക്ട് ചെയ്യാനായിട്ട് തോന്നിയെന്ന്. അത് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്കത് നല്ലൊരു പോയിന്റ് ആയിട്ട് തോന്നി. ശരിയല്ലേ, നമ്മൾ പലപ്പോഴും അത് എന്താ പറയാ നമ്മളുടെ മനസ്സിലേക്ക് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ്, അവർ പറഞ്ഞ ഒരു കാര്യം ഞാനാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴല്ലേ നമുക്ക് റിയാക്ട് ചെയ്യാനും അല്ലെങ്കിൽ സങ്കടം വരാനും ഒക്കെ ഉള്ള കാരണമാണ്. അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സങ്കടങ്ങളൊന്നും വരാനായിട്ടുള്ള ചാൻസസ് ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും ടു ദ ഹാർട്ടിലോട്ട് നമ്മൾ അത് എടുക്കാതിരിക്കുക. നമ്മൾ അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാത്രം എടുക്കുക. വെദർ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്നുള്ളത് നമ്മളുടെ ഡിസിഷൻ ആക്കിയിട്ട് വെക്കുക. നമ്മളുടെ ലൈഫിന്റെ ലീഡർ നമ്മൾ മാത്രമായിരിക്കണം. അതല്ലാതെ അതിനെ കൺട്രോൾ ചെയ്യുന്ന മറ്റുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, എനിക്ക് തോന്നുന്നു നമ്മൾക്ക് പ്രായമാവേണ്ട കാര്യമൊന്നുമില്ല, അത് നമുക്ക് മനസ്സിലാക്കാൻ എന്നുള്ളത്. എല്ലാവർക്കും അവരുടേതായ സ്പേസ് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മളൊരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഫാമിലിയിലാണെന്നുണ്ടെങ്കിലും ഏതൊരു ബന്ധത്തിലാണെന്നുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കുക, നമ്മളെല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ്. എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യൂസ് ഉണ്ടായിരിക്കും, എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കും, എല്ലാവരുടെയും ടേസ്റ്റും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ പലപ്പോഴും വഴക്കിടുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം പറയുമ്പോഴത്തേക്കിനും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് നിനക്ക് അങ്ങനെ ചെയ്തുകൂടാ. അങ്ങനെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കില്ല. ഈ ഒരു സെന്റൻസ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള യൂണിവേഴ്സൽ സെന്റൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മൾ ചിന്തിക്കുന്ന അതേ രീതിയിൽ നമ്മുടെ ഓപ്പോസിറ്റ് പേഴ്സൺ ചിന്തിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്ക് അങ്ങനെ പറയാനും പറ്റില്ല. നമുക്ക് ഒരിക്കലും അവരെ ഫോഴ്സ് ചെയ്ത് എന്താ പറയുക അങ്ങനെ ചിന്തിക്കണം എന്ന് നമുക്ക് നിർബന്ധിക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അവരുടെ ഇൻഡിവിജ്വൽ സ്പേസ് എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇൻഡിവിജ്വൽ സ്പേസ് എല്ലാവർക്കും കൊടുക്കുക. നമ്മളിപ്പോൾ നമുക്ക് ഒരിക്കലും ഒരാളെ അടിച്ചേൽപ്പിച്ച് ഒരു കാര്യം ചെയ്യിപ്പിക്കാനൊന്നും പറ്റില്ല. നമുക്ക് അഭിപ്രായങ്ങൾ പറയാം, അതിൽ യാതൊരു തെറ്റില്ല. നമുക്ക് ഒരു കാര്യം നമുക്ക് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അവരോട് പറയുന്നതിൽ യാതൊരു തെറ്റില്ല കേട്ടോ. പക്ഷെ അത് അവർ സ്വീകരിക്കണോ സ്വീകരിക്കണ്ടേ എന്നുള്ളത് അവരുടെ ചോയ്സ് മാത്രമാണ്. അത് നമ്മൾ അവർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരാളെ എന്താ പറയുക നമ്മൾ നിർബന്ധിച്ച് ഒരാളെ ട്രാൻസ്ഫോം ചെയ്യിപ്പിച്ച് ഒരു നല്ലൊരു വ്യക്തിയാക്കാനൊന്നും ഒരിക്കലും പറ്റില്ല. നല്ലത് ചീത്താന്ന് തന്നെ വളരെ ആപേക്ഷികമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ കണ്ണിൽ നല്ലതെന്ന് തോന്നുന്നത് ഓപ്പോസിറ്റ് ആൾക്ക് ചിലപ്പോൾ ചീത്തയായിട്ട് തോന്നിയേക്കാം. അപ്പൊ ഇതൊക്കെയും ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെയും എന്താ പറയുക സൊസൈറ്റി ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അതിൽ കൂടെ തന്നെ നടക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങളുടെ പാത്ത് നിങ്ങളാണ് തീരുമാനിക്കുന്ന ആളുകൾ. അതുകൊണ്ട് നമ്മളുടെ ലൈഫ് നമ്മളെങ്ങനെ ഹാപ്പി ആക്കി വെക്കാന്നുള്ളത് ആലോചിക്കുക. ഹാപ്പിനെസ്സിന് അങ്ങോട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാട്ടോ. നമ്മുടെ ഒക്കെ ഒരു കുഞ്ഞു ലൈഫാണ്. ഈ ലൈഫ് എത്ര നാളുണ്ടാവും എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഉള്ള മൊമെന്റ്സ് ഒക്കെ എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കാട്ടോ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് ആവാന്നുള്ളത്. ഇത് എനിക്ക് പറയാനായിട്ടുള്ള അവകാശം ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ കുറച്ചും കൂടെ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. എനിക്ക് ഇഷ്ടമുള്ള ആളുകളെ കുറച്ചും കൂടെ അതായത് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഞാൻ വേറൊരാൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇങ്ങനെ കൂട്ടി വിളിക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു പോയിന്റ് പറയാനായിട്ട് എനിക്ക് എത്ര കണ്ടും അവകാശം ഉണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറയട്ടെ, ഇൻഡിപെൻഡന്റ് ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതായത് ഇപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഒരാളുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു ഫീലിംഗ്. പക്ഷെ ഞാൻ പറയാലോ, ടു ബി ഓണസ്റ്റ്, എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യും കേട്ടോ. ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും മറ്റുള്ളവരെ എന്താ പറയുക, എനിക്കിപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുക്കുട് വേണം, അല്ലെങ്കിൽ എനിക്ക് അമ്മ വേണം, എനിക്ക് അച്ഛൻ വേണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ആൾ വേണം, എനിക്ക് ഇന്ന ആളുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയും ഞാൻ ആലോചിക്കുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുവാണ്, എനിക്കിത് ഒറ്റയ്ക്ക് നേരിടേണ്ട കാര്യമാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അത് ഒറ്റയ്ക്ക് തന്നെ ചെയ്യും കേട്ടോ. അതിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലേ, കോൺഫിഡൻ്റ് അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളെന്നും എന്താ പറയുക പിന്നിൽ നിന്ന് താങ്ങാനോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനോ ഒരിക്കലും ഒരാൾ ഉണ്ടായിക്കൊള്ളണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പം ഇവിടെ വന്നപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ, ഇവിടെ വന്നതിന് ശേഷം നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു. നമുക്കെല്ലാം വീട്ടിൽ വെച്ചിട്ട് നമുക്കെല്ലാം ഇങ്ങനെ സ്പൂൺ ഫീഡിങ് ആയിരുന്നു, നമുക്കെല്ലാം നമ്മുടെ മുന്നിൽ ഇങ്ങനെ കിട്ടുമായിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ഫ്രം ദ സ്ക്രാച്ച് തൊട്ട് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്ത് പഠിക്കേണ്ടി വന്നപ്പോഴത്തേക്കിനും നമുക്ക് കുറേ കാര്യങ്ങളിൽ അങ്ങനെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഡിപെൻഡൻസിന്റെ ഇമ്പോർട്ടൻസ് വളരെ അധികം ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ എല്ലാ കാര്യത്തിലും നമ്മുടെ അച്ഛനെയും അമ്മേനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം.
നമ്മൾ എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്ത് പഠിക്കുന്നത്. അത് നമുക്ക് പിന്നീട് വളരെയധികം പോസിറ്റീവായിട്ട് രീതിയിൽ നമ്മളെ ഇമ്പാക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതായത് നമുക്ക് എന്താ പറയുക, എല്ലായ്പ്പോഴും എല്ലാവരും നമ്മളുടെ കൂടെ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മളെപ്പോഴും ഒറ്റപ്പെടുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും, നമ്മൾ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ പതറി പോവാതിരിക്കാനായിട്ട് നമ്മൾ ഇപ്പോഴേ എന്താ പറയുക ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ, അതായത് നമ്മളെ തന്നെ സ്നേഹിക്കുക, അല്ലെങ്കിൽ സെൽഫ് ലവ് അല്ലെങ്കിൽ സെൽഫ് കെയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത്. അതായത് ഇപ്പോൾ ഞാൻ എന്നൊക്കെ പറയുന്ന ഒരാൾ, അതായത് ഇപ്പോൾ എനിക്ക് എൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ, അതാണ് കേട്ടോ ഞാൻ എൻ്റെ കാര്യങ്ങൾ എക്സാമ്പിളായിട്ട് പറയുന്നത്. അതായത് ഞാൻ എന്ന് പറയുന്ന ഒരാൾ, എനിക്കിപ്പോൾ ഒരു കാര്യം ഇന്നൊരു ദിവസം ചെയ്യാനുണ്ടെന്ന് വിചാരിക്കുക, ഞാനത് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിൽ എന്നെ തന്നെ ഭയങ്കര സെൽഫ് ക്രിട്ടിസൈസ് ചെയ്ത് എന്നെ തന്നെ അയ്യോ നീ ഒന്നിനും കൊള്ളില്ല അങ്ങനെ ചിന്തിക്കുന്ന ഒരാളായിരുന്നു കേട്ടോ. പക്ഷെ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു അങ്ങനെ ചെയ്യരുത്, നമ്മൾ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുതെന്ന് പറഞ്ഞു. ആ പുള്ളി പറഞ്ഞൊരു പോയിന്റാണ്, അതായത് നമ്മൾ ഇപ്പോൾ ഒരു കാര്യം നമ്മളെ ഭയങ്കര സ്ട്രെസ്ഡ് ആക്കിയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മളുടെ പാഷൻ ആവില്ല. അതായത് ഇപ്പോൾ നീ അത് ചെയ്തില്ല, അല്ലെങ്കിൽ എനിക്ക് ഇന്നത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പൊട്ടയാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ് നമ്മളുടെ പാഷൻ ആവുന്നത്, നമ്മളെ സ്ട്രെസ് ചെയ്ത് ചെയ്യിക്കുന്ന ഒരു കാര്യം ഒരിക്കലും നമ്മുടെ പാഷൻ ആവില്ല എന്നുള്ളത് അതെനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് എല്ലാ ദിവസവും നമ്മൾ ഈ പറയുന്ന പോലെ പ്രൊഡക്റ്റീവോ എനർജറ്റിക്കോ ഒന്നും ആയിട്ടിരിക്കാനായിട്ട് നമുക്ക് പറ്റിയെന്ന് വരില്ല. പക്ഷെ ഇന്നത്തെ ഒരു ദിവസം നമ്മളുടെ പോയിന്ന് വെച്ചിട്ട് നാളെ ഒരു പുതിയ മോർണിംഗ് ആണ്, നമ്മളുടെ ഒരു പുതിയ തുടക്കമാണ്, പുതിയ ആളുകളാണ് നമ്മൾ കാണാൻ പോകുന്നത്, പുതിയ സ്മൈൽസ്. അതായത് നമ്മൾ എല്ലാം ഒരു ന്യൂ ബിഗിനിങ് ആയിട്ട് കാണുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഇന്നൊരു ദിവസം പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്യുക, 2 പ്രാവശ്യം ട്രൈ ചെയ്യുക, അതിനുശേഷം അത് അവിടെ നിർത്താം. നമുക്ക് ഇന്ന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് പറ്റും. ഇന്ന് നമുക്ക് സാധിക്കാത്ത ഒരു കാര്യം നമുക്ക് ഒരിക്കലും സാധിക്കില്ല, അങ്ങനെ ആരും അച്ചടിച്ചൊന്നും വെച്ചിട്ടില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ തന്നെ സെൽഫ് കെയറും സെൽഫ് ലവും ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ഒരുപാട് കാര്യത്തിൽ അങ്ങനെ പ്രഷറൈസ് ചെയ്യാതെ, നമ്മൾ ഒരുപാട് കാര്യത്തിൽ അങ്ങനെ സ്ട്രെസ് ആക്കാതെ നമുക്ക് തന്നെ ഒരു കെയർ കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇപ്പോൾ പല കാര്യങ്ങളിലും നമ്മൾ ഭയങ്കരമായിട്ട് സെൽഫ് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകളായിരിക്കും. എല്ലാം നമ്മളുടെ തെറ്റല്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ തെറ്റാണ് എന്ന രീതിയിൽ നമ്മൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയി നമ്മളെ തന്നെ എന്താ പറയുക നമ്മൾ തന്നെ നശിപ്പിക്കുന്ന കുറച്ച് അങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സ് ഇല്ലേ, അത് ഒന്ന് മാറ്റി നമ്മളുടെ സെൽഫ് കെയറിനും അതുപോലെ തന്നെ സെൽഫ് ലവിനും കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും നമുക്ക് നമ്മളെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ മറ്റുള്ളവരെ ഇഷ്ടപ്പെടാൻ പറ്റുക, ഒരിക്കലും സാധിക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ പറയും എനിക്ക് എന്നെക്കാട്ടിൽ ഇഷ്ടമാണ് നിന്നെ എന്നുള്ളത്, അത് സാധിക്കുമെന്ന് എനിക്ക് അത്ര കണ്ടു എനിക്കത് വർക്കിംഗ് ആയിട്ട് തോന്നാറില്ല കേട്ടോ. നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടാതെ നമുക്ക് മറ്റൊരാളെ ഇഷ്ടപ്പെടാൻ പറ്റില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു കാര്യം ഒരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വിചാരിച്ച ഒരു കാര്യം അത് നടന്നില്ല, അത് ഇറ്റ്സ് ഓക്കെ, അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കുക. നമ്മൾ അത് നടക്കുമ്പോഴത്തേക്കിനും നമ്മൾ ഒരു വിഷമമില്ല, ഇറ്റ്സ് ഓക്കെ അങ്ങനെ പറയാനല്ല കേട്ടോ. നമുക്ക് വിഷമം വരുമായിരിക്കും, നമ്മൾ കരയായിരിക്കും, പക്ഷെ അതിന് ഒക്കെ ഒരു ടൈം, ഒരു ബൗണ്ട് വെക്കുക. നമ്മൾ ആ ഒരു ബൗണ്ടറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കരച്ചിൽ നിർത്താൻ, നമ്മൾ ഓക്കെ ആവാനായിട്ട് നമ്മൾ പെട്ടെന്ന് ഗെറ്റ് ബാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മൾ പെട്ടെന്ന് ഹീൽ ആവാനായിട്ട് ശ്രമിക്കുക, റാദർ ദാൻ നമ്മൾ ആ ഒരു കാര്യത്തിൽ അങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ട് കുറേ ദിവസങ്ങളും കുറേ ആഴ്ചകളും കുറേ മാസങ്ങളൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും എന്താ പറയുക എനർജറ്റിക് ആൻഡ് പ്രൊഡക്റ്റീവ് ആവേണ്ട കുറച്ച് ഡേയ്സ് ആണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് എന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഈ പറഞ്ഞ എല്ലാ പോയിന്റ്സിൻ്റെയും ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത് നമ്മളുടെ ഹാപ്പിനെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക, നമ്മളെ കെയർ ചെയ്യുക, നമ്മളുടെ എന്താ പറയുക ഒരു സെൽഫ് ലവ് നമ്മളുടെ ലൈഫിൽ കൊണ്ടുവരിക. അതുപോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ. നമ്മൾ നെഗറ്റീവ് എനർജീസിനെയൊക്കെ ഒന്ന് എന്താ പറയുക റിപ്പൽ ചെയ്ത് കളഞ്ഞേക്കുക, അങ്ങോട്ട് പുറം തള്ളി അങ്ങ് കളഞ്ഞേക്കുക. നമുക്കതൊന്നും ആവശ്യമില്ല. നമ്മളെപ്പോഴും പോസിറ്റീവ് ആൻഡ് ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ആരൊക്കെ അറിയാനായിട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവരും സന്തോഷമായിട്ട് ചിരിച്ച്, നമ്മളിപ്പോൾ ഇന്ന് കഷ്ടപ്പെടുന്നതൊക്കെ നമ്മൾ ഒരു ഫ്യൂച്ചർ മുന്നോട്ട് കണ്ടിട്ടാണ്. അതായത് നമുക്ക് ഫ്യൂച്ചറിൽ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഗോളിന് വേണ്ടിയിട്ടാണല്ലേ നമ്മൾ എല്ലാവരും ഈ കഷ്ടപ്പെട്ട് നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആർക്കും സങ്കടമായിട്ട് ഇരിക്കാനായിട്ട് ഇഷ്ടമല്ല, എല്ലാവർക്കും ചിരിച്ച മുഖങ്ങൾ കാണാനായിട്ടാണ് ഇഷ്ടം, എല്ലാവർക്കും ചിരിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഞാൻ ഈ പറഞ്ഞ എല്ലാ പോയിന്റ്സ് എന്ന് പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. നമ്മൾ എല്ലാവരും ഹാപ്പിനെസ് ആഗ്രഹിക്കുന്ന ആളുകളാണ്, നമ്മളെല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ വരുത്തുക. എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും. പക്ഷെ നമ്മൾ ഒന്ന് എന്താ പറയുക നമ്മളുടെ സ്റ്റേൺ ആയിട്ട് നമ്മളുടെ പോയിന്റ് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻഡ് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ പറയാനായിട്ട് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ വേൾഡ് വിൽ അഡ്ജസ്റ്റ്. അതെനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മളുടെ ആഗ്രഹങ്ങളും നമ്മുടെ സന്തോഷങ്ങളും മാത്രം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനായിട്ട് തുടങ്ങിയാൽ നമുക്ക് എന്നും അങ്ങനെ ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ നമ്മൾ മറ്റുള്ളവരെ എങ്ങനെയാണോ നമ്മളുടെ രീതികൾ കൊണ്ട് ശീലിപ്പിക്കുന്നത് അവരതനുസരിച്ച് അഡ്ജസ്റ്റഡ് ആയിക്കോളും. അപ്പം നമ്മുടെ ഹാപ്പിനെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് വിധിക്കപ്പെട്ടവരാണ്. നമ്മളുടെ ഹാപ്പിനെസ് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുക, നമ്മൾ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഹാപ്പി ആയിട്ട് ഇരിക്കുക കേട്ടോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.